ഹലോ, ആ ബിന്ദു ചേച്ചി. ഇല്ല, രാവിലെ ഞങ്ങളെ ചേച്ചിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, 4 വർഷമായിട്ട് ഞങ്ങൾ പിണങ്ങിയിരിക്കുക. ശരിയാ. അപ്പൊ ഇന്ന് കോടതി ചെന്നപ്പം വക്കീല് പറഞ്ഞു രണ്ടുപേരോട് ഒന്ന് സംസാരിച്ച് രമ്യത ആവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങ് ഒരുമിച്ചോളം പറഞ്ഞു. അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഒരുമിച്ചിങ്ങ് പോരുന്നു. സംശയോ? അതൊക്കെ അന്ന്. ഇനി സംശയത്തിന്റെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്നെ അറിയാമല്ലോ. ഇല്ല ചേച്ചിയില്ല, കുഴപ്പമില്ല. ശരി ശരി. അതെ, അതെ അന്നേ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ ഒരു AC വെക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഏകദേശം നമ്മുടെ 27 ഡിഗ്രിക്ക് പുറത്താണ് ഊഷ്മാവിന്റെ അവസ്ഥ. താപനില വളരെ കൂടുതലാണ്. ആര് വിളിച്ചാ? ബിന്ദു ചേച്ചി വിളിച്ച്. ചേച്ചി ഒരു ഉപദേശം തരാൻ വേണ്ടിട്ട് വിളിച്ചതാ. ആണല്ലേ? എന്താ ഉപദേശം? അല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ചേട്ടൻ എന്തെങ്കിലും ഇനി തെറ്റ് ചെയ്യുവാണെങ്കിൽ അതൊന്നും ക്ഷമിക്കേണ്ട കാര്യമില്ലെന്ന് പറയുമായിരുന്നു. ഈ ചേച്ചി ചേട്ടനെ തേങ്ങക്കെറിഞ്ഞ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ, അത് എന്തായി? അത് വഞ്ചൂർ കോടതിയിൽ. അതിപ്പോ കേസ് നടക്കുന്നല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ല. നമ്മുടെ കാര്യമാണ് അത്യാവശ്യം അല്ലേ അവർക്ക് അറിയാൻ വേണ്ടിട്ട്. അതാണ് അത്യാവശ്യം. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് എനിക്ക് മനസ്സിലായി. ചേട്ടാ, ഇപ്പൊ തേങ്ങയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നേ. എന്താണ്? നമ്മുടെ അയലോക്കത്തെ രമേശും ഭാര്യയില്ലേ, വഴക്കുണ്ടായി ഡിവോഴ്സിന്റെ വക്കീലാണെന്ന്. എന്താ പ്രശ്നം? എന്താ? ഈ രമേശിന് ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നല്ലോ. ഇവൻ ഈ സ്കൂട്ടർ കൊണ്ടുവന്ന് വിറ്റ് കുറെ വെളിച്ചെണ്ണ വാങ്ങിച്ച് വീട്ടിൽ വെച്ചു പോലും. ഒറ്റ ആഴ്ച കൊണ്ട് ഇവൾ അത് വറുത്തും പൊരിച്ചും എല്ലാം തീർത്ത്. രമേശനെ കുറ്റം പറയാൻ പറ്റില്ല. റബ്ബർ ബന്ധ് കുതിക്കുന്ന ആളൊക്കെ വെളിച്ചെണ്ണയുടെ വില കൂടുന്നേ. ഡിവോഴ്സിന്റെ സാധ്യതകൾ കൂടുതൽ വരുന്നതാണ് കേരളത്തിൽ മൊത്തല്ലേ. അതല്ലേ സംഭവം. അപ്പൊ ഈ 4 വർഷം നമ്മളിങ്ങനെ പിണങ്ങിയിരുന്നപ്പോഴേ ചേട്ടൻ എന്തോ തോന്നിയേ? എനിക്ക് വേറൊന്നും തോന്നിയില്ല. 4 വർഷമായിട്ട് ഞാൻ ഇവിടെ ഉള്ള കാര്യം നാട്ടുകാർക്ക് എല്ലാം അറിയാം. ഇനിയിപ്പോ അത് അറിയാൻ പറ്റൂല. സംസാരം ഉണ്ടാവില്ലല്ലോ എന്റെ. രാജിക്ക് എങ്ങനെയായിരുന്നു 4 വർഷം? എനിക്ക് ചേട്ടാ ഈ 4 മണിക്ക് സ്കൂൾ പിള്ളേരെ സ്കൂൾ വിട്ട് വിടുമ്പോ അവരുടെ ഒരു ആഹ്ലാദം ഉണ്ടല്ലോ, അതുപോലായിരുന്നു എനിക്ക് ആ 4 വർഷം. ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയാം. 4 വർഷമായിട്ട് നമ്മൾ പിണങ്ങി ജീവിക്കുമായിരുന്നു. ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും പിണങ്ങാനും പാടില്ല. സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കണം. പ്രോമിസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? പ്രോമിസ്. ഇത് ആരുടെ നമ്പറാ? ഇതാരുടെ നമ്പർ? അതോ? അയ്യോ, അതാ ഗ്യാസുകാരൻ രാവിലെ വന്നപ്പോഴേ തന്നിട്ട് പോയ നമ്പറാ. ആണല്ലേ? അത് നമുക്ക് ആ ഗ്യാസ് ഊരിയങ്ങ് വിട്ടാ പോരെ, അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യല്ലേ, പിന്നെ എന്തിനാ നമ്പർ? എന്തിനാ? ചേട്ടനറിയാലോ, ഈ 4 വർഷം ഞാനൊരു അന്യ പുരുഷന്റെ മുഖത്ത് ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ ഞാൻ ജീവിച്ചത് അറിയാവോ? അങ്ങനെ നോക്കുമ്പോഴെല്ലാം എനിക്ക് ചേട്ടന്റെ മുഖം ഓർമ്മ വരുന്നേ. അല്ല, ചേട്ടൻ എങ്ങനെയായിരുന്നു ഈ 4 വർഷം? എങ്ങനെ പോയി? ഞാൻ തോർത്തെടുത്ത് കണ്ണ് കെട്ടി നടക്കുമായിരുന്നു. എനിക്ക് വേറെ ആരെയും കാണണ്ട. എനിക്ക് രാജി മതി. എനിക്ക് രാജി മാത്രം മതി. എനിക്ക് മറ്റൊരുത്തേയും കാണണ്ട. ഒരു സ്ത്രീയെ കാണണ്ട. എനിക്ക് അത്ര ഇഷ്ടമാണ് രാജി. ഒരു സന്തോഷമായെന്നറിയോ? ഒരു കാര്യം ചോദിക്കട്ടെ, ചേട്ടൻ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരൊറ്റ പെണ്ണ് കാണുന്നല്ലേ നടത്തിയിട്ടുള്ളൂ? ഒന്നേ ഉള്ളൂ. അതല്ലേ രാജി, അല്ല വേറെ ആരും. ഇതുപോലെ സന്തോഷമായിട്ട് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണം കേട്ടോ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതുപോലെ ഇണ പിരിയാതെ നമുക്ക് ജീവിക്കണം. ഇതിനകത്ത് നമുക്ക് ഒരു തടസ്സവും വരാൻ പാടില്ല ഇനി. അതെ. ചേട്ടാ, നമുക്ക് സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് ഒരു തടസ്സവും വരാതെ നമുക്ക് ഇങ്ങനെ ജീവിക്കണം. ചേട്ടാ, 4 വർഷം നമ്മൾ പിണങ്ങിയിരുന്നു. ഇപ്പൊ നമ്മൾ ഒരുമിച്ചു. ഇനിയിപ്പോ എന്തായാലും ഒരു കുഞ്ഞിനെ പറ്റിയൊക്കെ നമുക്ക് ആലോചിക്കാം. പിന്നെ അതിനൊരു തടസ്സവും വരുത്തരുത്. അതിനൊരു തടസ്സം. ഈ കുഞ്ചു വല്ല തൽക്കാലം നോക്കട്ടെ ആരാന്ന്. സാറേ നമസ്കാരം. ഞാൻ പ്ലച്ചോ കമ്പനിയിൽ നിന്ന് വരുന്നു. എന്റെ പേര് ദിലീപ്, 32 വയസ്സ്, പുണർന്ന നക്ഷത്രം, 5 മാട്രിമോണിയിൽ വല്ല അപേക്ഷ കൊടുത്തായിരുന്നു ഈ ഗ്യാപ്പില്? അല്ല സാറേ, ഞാൻ പ്ലച്ചോ കമ്പനിയിൽ നിന്ന് വരുന്നത് എന്റെ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വന്നതാണ് സാറേ. നമ്മളൊരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പൊ അതിനിടയിൽ താങ്കളുടെ ഒരു പ്രോഡക്റ്റ് കാണാനുള്ള ഒരു അവസ്ഥയിലല്ല തൽക്കാലം. അല്ല സാറേ, ഇത് മേടിക്കണമെന്നില്ല സാറേ. സാർ മേടിക്കണമെന്നില്ല. അതായത് എന്റെ പ്രോഡക്റ്റ് കണ്ട് പരിചയപ്പെട്ടാൽ മാത്രം. ഇത് കണ്ട, ത്വക്കുകൾക്ക് വേണ്ടിയുള്ള രോഗങ്ങൾക്കുള്ള സോപ്പാണല്ലേ. 550 പരം പച്ച മരുന്നുകളാണ് നമ്മൾ ഇതിനകത്ത് ചേർത്ത്. നമുക്ക് ഒന്നാമത്തെ കാര്യം ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇത് ഈ പൊക്കത്തിൽ ചള്ള നിറഞ്ഞു കിടക്കാണ്.
ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അല്ല കൊക്കുകൾക്ക് രോഗത്തിനുള്ള സോപ്പാന്ന് പറഞ്ഞു. അയ്യോ കൊക്കുകൾക്കല്ല, പിന്നെ നമ്മുടെ ത്വക്ക് രോഗങ്ങൾ, നമ്മുടെ ചർമ്മ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സോപ്പാണ്. സോപ്പ് ഇത് വേണമെങ്കിൽ വേണ്ട, നമുക്ക് അടുത്ത ഐറ്റം എടുക്കാം. നമുക്ക് തേയില 1500 പരം പച്ചമരുന്നുകൾ ചേർത്തതാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചുമ, ജലദോഷം, പനി എന്നിവ വരത്തില്ല. അതാണ് നമ്മുടെ കമ്പനിയുടെ പ്രത്യേകത. അതാണ് ഇത് ഒരു പാക്കറ്റ് വേണ്ട. ഇപ്പൊ തൽക്കാലം ഒന്നും വേണ്ട. അല്ല ഇത് വേണ്ട. ഇത് ഏത് കാട്ടിയിട്ട് വെട്ടി എന്ന് പറഞ്ഞാൽ കാട്ടിയിട്ടല്ല, പിന്നെ 550 പരം പച്ചമരുന്നുകളാണ്. ഏത് പച്ചമരുന്നായാലും പഴുത്ത മരുന്നായാലും വേണ്ട. മേഡത്തിന് വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഒരു സൗന്ദര്യവർദ്ധന ഫേസ് ക്രീം 1500 പരം പച്ചമരുന്നുകൾ ചേർത്ത ഫേസ് ക്രീമാണ്. 50 വയസ്സുള്ള സ്ത്രീയെ 16-കാരിയാക്കുന്ന ക്രീമാണിത്. എനിക്ക് വേണോ ഇത്? ഇത് വേണമല്ലേ? മേഡം എടുത്തു. അതായത് രാത്രി നമ്മളെ കയ്യിൽ മൊത്തം ഇങ്ങനെ തേക്കണം, എന്നിട്ട് മൊത്തം മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് കഴുകി കളയണം. 15 ദിവസത്തിനകത്ത് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പൈസ തിരിച്ചു തരും. അതാണ് നമ്മുടെ ഞാൻ ഇത് എങ്ങനെ നിങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യും? നമ്പർ എന്തെങ്കിലും ഉണ്ടോ? നമ്പർ തരാം. നമ്പർ നമുക്ക് അല്ല കാർഡ് ഞാൻ എടുത്തോളാം. കുഴപ്പമില്ല, ഞാൻ കോൺടാക്ട് ചെയ്താൽ മതിയല്ലോ. അല്ല എന്റെ വിസിറ്റിംഗ് കാർഡാണ്. കുഴപ്പമില്ല, ഞാൻ അപ്ലൈ ചെയ്തോളാം. അത് മേടിച്ചിട്ട് ഫോട്ടോ അയച്ചു തന്നാൽ മതിയല്ലോ നിങ്ങളുടെ കമ്പനിയിലേക്ക്. അതെ അത് വിഷയം. ചേട്ടാ ഞാൻ കൊടുക്കാം, നമ്പറിങ് തന്നാ ഞാൻ അയച്ചു കൊടുക്കാമല്ലോ. വിഷയമില്ല. ചേട്ടനങ്ങ് സംശയം. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8000156 8008000120. അല്ല സാർ അങ്ങനെ എന്നെ സംശയിക്കരുത്. എന്ത്? കാരണം സാറിനെ പോലെ ഒരു ഭാര്യയും 2 മക്കളും ഉള്ളതാണ്. അവരെ വളർത്താനല്ലേ ഞാൻ ഈ പ്രോഡക്റ്റ് കൊണ്ട് നിങ്ങൾ മുമ്പ് വന്നു. അവരെ വളർത്താൻ വേണ്ടി എന്തിനാണോ ഈ വിഷം കൊണ്ട് നമുക്ക് തരേണ്ട കാര്യം? നിങ്ങൾ തൽക്കാലം ഇത് കൊണ്ട് പോകണം സാറേ. നല്ല പച്ചമരുന്നാണ് സാറേ, സാറൊന്ന് വിശ്വസിക്കണം. മേഡത്തിന് വേണം. രാജി പുള്ളി ഡീൽ ചെയ്തിരുന്നേ. ഞാൻ നമ്മുടെ കേക്കില്ലേ, കേക്ക് എടുത്തോണ്ട് വരാം നമുക്ക്. അപ്പൊ പെട്ടെന്ന് പൊക്കോളാം. എന്താന്ന് വെച്ചാൽ മേടിച്ചിട്ട് നമ്മുടെ പറ്റിപ്പൊന്നുമില്ല, കറക്റ്റ് പച്ചമരുന്ന് കാര്യങ്ങളാണ്. ചേട്ടാ ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ നമ്മുടെ ഒരു ആവിക്കൂടെ ഉണ്ട്. പിന്നെ ആവിക്കൂട. ഈ ആവിക്കൂടയിൽ അകത്ത് കയറിയിട്ട് ഈ ആവി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ ഒന്നും വരത്തില്ല. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ആവിക്കൂട കമ്പനി അങ്ങനെയാണ് നമ്മൾ പ്രചരിക്കുന്നത്. മേഡം അതായത് മേഡം ഇതിന്റെ സെറ്റിംഗ്സ് ഞാൻ അകത്ത് കയറിയിട്ട് ഞാൻ കാണിച്ചു തരും. ഓക്കെ മേഡം കയറാ തന്നോളൂ. ഓക്കെ ഇത് കത്തി ഞാൻ എടുത്തില്ല, അവിടെ ഉണ്ടല്ലോ. മേഡം കയറി വാ. കയറി വരാം മേഡം, കയറി വരാൻ ആവി കൂടെ കയറി വാ. മേഡം കയറി വാ. അല്ല സാർ എന്തായാലും വന്നവിടെ. സാറെന്തായാലും വന്നവിടെ. അല്ലേ ഇവിടെ വരാൻ പറഞ്ഞല്ലോ. അല്ല ഇത് മേഡത്തിനാണ് ഇത് സെറ്റിങ്സ് കാണിച്ചു. അല്ല ഇപ്പൊ സെറ്റിങ്സ് ഞാൻ കാണണ്ട ആദ്യം, പിന്നെ അല്ലേ മേഡം കാണണ്ട. അല്ല സെറ്റിങ്സ് പെണ്ണുങ്ങൾക്ക് കാണിച്ചാലേ. നീ സെറ്റിങ്സ് എന്നെ കാണിക്കണം ആദ്യം, പിന്നെ അല്ലേ എന്റെ മേഡം കാണിക്കുന്ന. വീട്ടുകാരെ പെണ്ണുങ്ങളല്ലേ വീട്ടിൽ എപ്പോഴും ഉള്ളത്. അതിനെന്ത് പെണ്ണുങ്ങളുള്ള? നിന്റെ ഓഫീസ് എവിടെയാ കറക്റ്റ്? ഓഫീസ് കൊല്ലത്തായിരുന്നു. കൊല്ലത്താ? കൊല്ലത്തായിരുന്നു, പെട്ടെന്ന് തമ്പാരിലോട്ട് മാറ്റി. അതെന്ത് ദേഷ്യം വന്ന വാടകയുടെ പ്രശ്നങ്ങളുണ്ട്. അല്ല സാർ ഇത് എന്താ എവിടെ കൊണ്ട് നിങ്ങളുടെ സെറ്റിങ്സ് ഈ സംഭവം? ഇത് എന്താണ് ഇതിന്റെ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നീ ഇത് എങ്ങോട്ട് പോണ ഇത് കൊണ്ട്? എനിക്ക് നീ പറയടാ സെറ്റിങ്സ് എന്നെ കാണിക്കടാ. ഇത് ഏത് വഴിയാണ് നമ്മൾ ഞാൻ കയറിയെന്ന് എനിക്കറിയാം. ഏത് വഴി കയറി വന്നാലും നീ പറ സെറ്റിങ്സ് എന്നെ കാണിക്കരുത്. ഞാൻ ഇറങ്ങിയാലോ? നീ ഇറങ്ങണ്ട, നീ സെറ്റിങ്സ് കാണിക്കടാ. ഇതില്ലേ നിന്റെ സെറ്റിങ്സ് കാണാം, നിന്റെ സെറ്റിങ്സ് കാണണം. നീ പെണ്ണുങ്ങളുള്ള വീട്ടിൽ മാത്രമേ ഉള്ളൂ നിനക്ക് സെറ്റിങ്സ്. മാനേജർ എല്ലാം പറഞ്ഞു. എടാ നിങ്ങൾ ഈ പെണ്ണുങ്ങളുള്ള വീടുകളിൽ മാത്രമേ ഉള്ളടാ ഈ ആവിക്കൂടാ. അല്ല നമ്മള് മൊത്തം എത്ര പേരുണ്ടെന്ന് അറിയാം. എത്ര പേരുണ്ട്? നമ്മൾ 800 പേരുണ്ട്. അപ്പൊ 800 പേര് 800 കൂടെയായിട്ട് നടക്കുവാണ്. അപ്പൊ കൊറോണയെക്കാട്ടി സ്പീഡിലാണ് ഇത് പറക്കുന്നത് ഈ കൂടെ അല്ലേ? നമുക്ക് ഇറങ്ങാൻ ഇതിന്റെ സെറ്റപ്പ് ഇത് മാറാ. ഇത് എന്തേടാ ഇത് മാറി ഈ ആവിക്കൂട. ഇത് എന്തോന്നാ ഈ കാണിക്കുന്നത്? അയ്യോ പച്ചമരുന്നൊക്കെ ഉള്ളതാണ്. പച്ചമരുന്ന്? ഏത് പച്ചമരുന്ന് ഇരിക്കണ്ട? ഏത് പച്ചമരുന്ന്? അവര് പറഞ്ഞ അങ്ങനെയാണ് 1500 പച്ചമരുന്ന്. 1500 പച്ചമരുന്ന് 2 കമ്പും വെച്ച് 4 തുണിയും കെട്ടിക്കൊണ്ട് ആരെ പറ്റിക്കാ നടക്കുന്നത്? നീ മേലെ എങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ആയിട്ട് വരില്ല കേട്ടോ. അല്ല അങ്ങനെ അവർ പറഞ്ഞ് എന്നെ പഠിപ്പിച്ചോണ്ടാണ് ഞാൻ. ആര് പഠിപ്പിക്കാൻ? അവരെല്ലാം കൂടെ വന്ന്
ആര് പഠിപ്പിക്കാൻ വന്ന? അല്ല അവര് എടുത്ത മാറ്റി ചേട്ടാ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കുറയുന്ന ഒരു മെഷീൻ കൊണ്ടുവന്ന് നോക്കിയായിരുന്നു. പുള്ളിയുടെ ഷുഗർ ഇപ്പൊ കുറഞ്ഞാണ്, ഇച്ചിരി കൂടുതലായിരുന്നു. കൊളസ്ട്രോൾ കുറയത്തില്ലേ? കൊളസ്ട്രോൾ കുറേ, അത് പിന്നെ മാറിയോ അങ്ങോട്ട്. അതെ, നമുക്ക് കേക്ക് മുറിക്കണം. കേക്ക് മുറിക്കാം. ചേട്ടാ ഒരു ലൈവ് പോക്കോട്ടെ ഞാൻ. ലൈവോ? അതിനെന്താ, രാജ്യം ലൈവ്. അതെ ചേട്ടന് അയ്യോ ആ ചേട്ടനെ കൂടെ വിളിക്കാൻ കഷ്ടം ഒരു കേക്ക് മുറിക്കുമ്പോ. ചേട്ടനൊരു വിഷമം പോലെയൊക്കെ. ഹായ് ഹലോ നമസ്കാരം, ഞാൻ രാജീവ്. അപ്പൊ അറിയാമല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ അതെല്ലാം സോൾവ് ആയിട്ട് ഞങ്ങളിപ്പോ ഒന്നിച്ചു വരികയാണ്. അപ്പൊ അതിന്റെ ഒരു കേക്ക് മുറിച്ച് ഞങ്ങളൊരു സന്തോഷം നിങ്ങളുമായിട്ട്. അപ്പൊ ഇതാണ് എന്റെ ഭർത്താവ് രാജീവ്. ചേട്ടാ അതും കൊണ്ടുവന്നിട്ട് ചേട്ടാ ലൈവാണ്. ഇതാണ് എന്റെ ഹസ്ബൻഡ് രാജീവ്. ഹായ് സുഖു നമസ്കാരം. സുഖു എന്റെ കൂടെ കൊളാബ് ചെയ്തിട്ടുണ്ട് 2 വർഷം മുമ്പ്. തിരിച്ച് ഞാൻ കൊളാബ് കൊടുത്തിട്ടുണ്ട്. ഹായ് സുരേഷ് നമസ്കാരം. അല്ല അയാള് ഷെയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. മൊത്തം ലവ് ഇറങ്ങി അടിക്കുന്ന ലവ്. അത് ലവ് അല്ല, എന്ന് പറഞ്ഞ നമ്മുടെ കപ്പിൾസിന്റെ. അപ്പൊ ഞങ്ങളിപ്പോ ഒരു കേക്ക് മുറിച്ച് ഞങ്ങൾ ആഘോഷിക്കട്ടെ. സുരേഷോ? ഈ സുരേഷിനെ അറിഞ്ഞൂടായോ? രഘുവണ്ണന്റെ മോൻ സുരേഷ്. പണ്ട് അവനുമായിട്ടല്ലായിരുന്നു ഞാൻ കൊളാബ് ചെയ്തോണ്ടിരുന്നത്. അത് വിട്ടിപ്പം ഫോളോവേഴ്സ് ഒന്നും ഇല്ല, അത് മാറ്റി. അപ്പൊ ഞങ്ങള് കേക്ക് മുറിച്ച് ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങളും ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരണമെന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. അപ്പൊ എല്ലാരും നോക്കുക. എന്റെ പേര് ദിലീപ്. ഞാൻ പ്ലക്കോ കമ്പനി. എനിക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുക്കണം. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾ സ്വീകരിക്കണം. അല്ല ഞാനല്ലേ പ്ലക്കോ കമ്പനി വരണ്ടേ? നിങ്ങളുടെ ജീവിതം നിങ്ങൾ തുടങ്ങാൻ പോവല്ലേ? എന്താബദ്ധം? എന്റെ പൊന്നെ, വെപ്രാണത്തിൽ ഇതിരുന്ന ചെറിയ ഉൾപ്പെടെ കഴിച്ചേക്കുന്നു. ഞാൻ നോക്കി വെച്ചിരുന്ന സാധനമല്ല, രാജിക്കറിയില്ല. ചെറി ഉൾപ്പെടെ എടുത്ത് കഴിച്ചേക്കുന്നു. ഞാൻ നോക്കി വെച്ചേക്കുന്ന സാധനമല്ല. എന്റെ കൊതി അറിയാലോ. നീ എപ്പോഴും ഇതിന് മുമ്പ് നീ ഇവിടെ പ്രോഡക്റ്റ് കാണിക്കാൻ വന്നിട്ടുണ്ട്? ആദ്യമായിട്ട് വരുമല്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ആ മനുഷ്യൻ ഒരു ശകലം കേക്ക് എടുത്തങ്ങ് തിന്നുപോയി. അതിന് ഇങ്ങനെ കാണിക്കേണ്ട കാര്യം എന്തോ? ദേഷ്യം വരും എനിക്ക്. എന്താ ചെറിയ എടുത്താൽ എനിക്ക് ദേഷ്യം വരും. നിനക്ക് അറിയാലോ രാജി. ചേട്ടനൊരു കാര്യം അറിയോ? 4 വർഷം ഞങ്ങൾ എന്തുകൊണ്ടാ പിണങ്ങിയെന്ന് ചേട്ടൻ മനസ്സിലായോ? കൊതിക്കറു ആഹാര കാര്യത്തില് എന്നും ഉച്ചക്ക് ഇയാളുടെ ഓഫീസിലേക്ക് വേണ്ട ടിഫിൻ ഞാൻ ചെയ്തു കൊടുക്കും. ചോറ്, ചിക്കൻ എല്ലാം ഞാൻ കൊടുത്തു വിടും. സ്റ്റാഫ് എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത്. ഒരു ദിവസം എല്ലാരും ഷെയർ ചെയ്ത് കഴിച്ചപ്പം അവരുടെ കമ്പനിയുടെ മാനേജർ വന്ന് ഇയാളുടെ പാത്രത്തിൽ നിന്ന് ഒരു ചിക്കൻ പീസ് എടുത്ത് തിന്നു. ഇയാൾ എന്തോ അവിടെ കാണിച്ചെന്നറിയാമോ? ഓൺ ദ സ്പോട്ടില് ആ മാനേജറുടെ ബൈക്കും എടുത്തോണ്ട് അയാളുടെ വീട്ടിൽ പോയിട്ട് ഒരു ചെട്ട് മീൻകറിക്കകത്തോട് ചോറ് കൂട്ടി ഇയാൾ വരുത്തുന്നു. പിടിച്ചാൽ നിൽക്കില്ല എനിക്ക്. കൊതി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ എന്ത് ഭാഷയാണ്. നീ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ. ടൈക്കാരൻ നിൽക്കുന്നത് എന്നെ കൊണ്ട് പറയിക്കുന്നത്. എന്തോ ഇയാൾക്ക് എന്തോ അറിയാം, ജീവിതം എന്താണെന്ന് അറിയാമോ? അല്ല, ജീവിതം എനിക്ക് നല്ല രീതി അറിയാം. നല്ല നല്ല ഭാര്യയും ഭർത്താവൂല്ലേ നിങ്ങൾ? ചേർന്ന് കണ്ടാ എന്തൊരു ഐശ്വര്യം നോക്കണ. കുഞ്ചാക്കോ ഭവനും ശാലിനിയും പോലും നിൽക്കും. ജീവിതം എന്ന് പറയുന്നത് ചേമ്പലിൽ വെള്ളം വീഴുന്ന പോലെയാണ്. ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. മഴവില്ല് കാണാം. ചേമ്പലയില് മുള്ളിയാ. ചേമ്പലിൽ വെള്ളം വീഴില്ലേ, അതിനകത്ത് ഈ വെള്ളം ഉണ്ട്. നമ്മളിങ്ങനെ ബാലൻസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ജീവിതമാവുന്ന വെള്ളം താഴെ പോകും. ഇത്രയും സുന്ദരി സുന്ദരി നിങ്ങളാണെങ്കിൽ ഈ കുഞ്ചാക്കോ ഒരു ശാലം ഞാൻ പറഞ്ഞില്ലേ, 1 കിലോ പഞ്ചാര എടുത്താലാ. നിങ്ങൾ ഒരു സാധനം വേണ്ടെന്ന് പറഞ്ഞില്ലേ മാഷെ? അല്ല, നിങ്ങൾ എനിക്ക് പഞ്ചാര എടുത്താലും കുഴപ്പമില്ല. നിങ്ങൾ നല്ലോണം ജീവിക്കണമെന്നില്ല നമ്മളെ കമ്പനി ആഗ്രഹിക്കുന്നുള്ളൂ. എനിക്ക് ഒരു തേയില എടുത്താലാ. ഞാൻ പറഞ്ഞില്ലേ മാഷെ, ഇവിടെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പിന്നെ തേയില, നിങ്ങൾ എന്റെ സാധനം എടുക്കണം. എനിക്ക് നിങ്ങളെ കണ്ടപ്പോ എനിക്ക് ഇഷ്ടം തോന്നി. എന്താ ഇഷ്ടം തോന്നുന്നത്? അതായത് നിങ്ങൾ അത്ര നല്ല കുടുംബമാണ്. നല്ല അതിനിപ്പോ എന്തോ വേണം നിങ്ങൾക്ക്? ദിലീപിന് എന്താ വേണ്ടേ? ദിലീപിന് വേണമെന്ന് പറഞ്ഞാൽ ഒരു ഓണക്കിറ്റുണ്ട്, എടുക്കട്ടെ. ഓണക്കിറ്റും വേണ്ട, ഒന്നും വേണ്ട. ഇവിടെ നിന്ന് പോവാം. പിന്നെ നിങ്ങൾ ഇങ്ങനെ യോജിച്ചിട്ട് കാര്യമൊന്നുമില്ല. 10 പൈസ സാധനം മേടിക്കാൻ നിങ്ങൾ ജീവിക്കുന്നത് വലിക്കാണ് ജീവിക്കുന്നത്. 10 പൈസ സാധനം എടുക്കില്ല അവനൊക്കെ എന്തിന്? അതെ, ഞങ്ങള് പെണങ്ങണോ ഒരുമിച്ച് ജീവിക്കണോ എന്നുള്ള ഞങ്ങളാ തീരുമാനിക്കുന്നത്. ഇതൊക്കെ വന്ന് പറയാം നിങ്ങളാരാ? എടാ 4 കൊല്ലം കേസ് ഉണ്ടായിരുന്നു. പക്കയില് പറഞ്ഞിട്ട് ഞങ്ങൾ കേട്ടില്ല. സ്വയം തീരുമാനിച്ചു ഇന്ന് ഒന്നിച്ചു വന്നതാ. അറിയാവോ എത്ര കൊല്ലോട് നിങ്ങൾ പിണങ്ങി നിന്നത്? 4 കൊല്ലം.
4 കൊല്ലം 40 കൊല്ലം പണിക്കുന്നാൽ ഈ പെണ്ണുമ്പളെ പഠിക്കൂല. ഞാൻ പോവാ. വല്ലവനും ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും പറയാനില്ലേ? 1 കിലോ തേയില മേടിക്കായിരുന്നു. അല്ല വേണ്ടെങ്കിൽ വേണ്ട, ഓക്കെ, കുഴപ്പമില്ല. ഇനി കഥ തുറന്നിട്ടില്ലേ? ഇറങ്ങി പോ. ഓക്കെ.